രാജ്യത്ത് നടക്കുന്ന കുറെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തണം എന്നുള്ള രീതിയിലാണ് രാജിവെച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് വളരെയധികം രാജ്യത്തുടനീളം യാത്ര ചെയ്തു. 80-90 ജില്ലകളിൽ യാത്ര ചെയ്തു. അവിടെ എല്ലാം ഒരു ചോദ്യം ഉണ്ടായി. പക്ഷേ ഓക്കെ, എന്താണ് തെറ്റെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്താണ് ശരി, ആരുടെ കൂടെയാണെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ എനിക്ക് എന്റെ ഒരു സ്വതന്ത്രമായ നിലപാടെന്നുള്ള ഒരു ഭയങ്കര ഒരു അഭിമാനം ഉണ്ടായിരുന്നു. എന്റെ നിലപാട് ഒരു പാർട്ടിയുടേതല്ല, എന്റെ സ്വന്തമായിട്ടുള്ളതാണെന്നുള്ളത്. പക്ഷെ ആ ഒരു യാത്രയിൽ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും പല ആൾക്കാരെയും സ്റ്റുഡന്റ് ലീഡേഴ്സിനെ എല്ലാവരെയും കണ്ട് ആ സംസാരത്തിന്റെ ഇടയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലേബലിന് അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അങ്ങ് സബ്സ്യൂമായി പോവോ, സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി പോവോ എന്നുള്ളൊരു പേടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു ക്ലാരിറ്റി. പിന്നെ ഇവരെല്ലാം ഇവിടെ കണ്ടില്ലേ, ഇപ്പം ജിഗ്നേഷ്, കനയ്യ, സെന്തിൽ, ഇവരെല്ലാവരും ഒക്കെ ഇൻസ്ട്രുമെന്റൽ ആയിരുന്നു. അതായത് വരൂ, യു ക്യാൻ റിറ്റെയിൻ വാട്ട് യു ആർ ആൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു വിശ്വാസം വന്നതിനപ്പുറം ആണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്.